ഡോക്ടർ എസ് അഭിലാഷ്, ഈ ഈ ഉഷ്ണതരംഗം ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം? നമ്മൾ പറഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞാൽ ഒരുപക്ഷേ വേനൽ മഴ വന്നേക്കാം. ഇപ്പം എല്ലിനോ പ്രതിഭാസം അടക്കം ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഉഷ്ണതരംഗം പതിവിലും കൂടുതൽ വരാനുള്ള സാധ്യത അതാണ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലിനോ പ്രതിഭാസം താൽക്കാലികമായി അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഉഷ്ണതരംഗം ഈ 5 ദിവസത്തിനും അപ്പുറത്തേക്ക് നീളാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം പലയിടങ്ങളിലും കിണറ്റിൽ നീരുറവകൾ വറ്റിത്തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ജീവജാലങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യവുമുണ്ട്. ഇത് പ്രത്യേകിച്ചും പാൻ ഇന്ത്യ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ പീക്ക് ഹീറ്റ് വേവ് മന്ത്സ് എന്ന് പറയുന്നത് മെയ്യും ജൂണുമാണ്. നമുക്ക് അത് അനുഭവപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം ട്രഡീഷണലി നമുക്കൊരു മെയ് മാസം ആകുമ്പോഴേക്കും നല്ല തോതിൽ വേനൽ മഴ കിട്ടും. മെയ് ഒരു അവസാന ആഴ്ചയോടുകൂടി മൺസൂണും എത്തുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഉഷ്ണതരംഗങ്ങൾ അത്ര വലിയൊരു ഭീഷണിയായിട്ട് പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിൽക്കാത്തത്. അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വേനൽ ഒരു ഫെബ്രുവരി മുതൽ തന്നെ നമുക്ക് വേനൽക്കാലം ആരംഭിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മാർച്ചിൽ ഓരോ മന്തിലും അല്ലെങ്കിൽ ഓരോ ദിവസവും താപനില കൂടിക്കൂടി വന്ന് അത് സാധാരണ കാണുന്നത് പോലെ ഏപ്രിൽ മാസം മെയ് മാസം തുടക്കമാകുമ്പോഴേക്കും ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് സാച്ചുറേറ്റഡ് ആകും. കാരണം ആ സമയം കഴിയുമ്പോഴേക്കും സൂര്യൻ്റെ ആ ഒരു വെർട്ടിക്കൽ റേസ് സൂര്യൻ നോർത്തിലേക്ക് കുറച്ച് മൂവ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് നോർത്ത് ഇന്ത്യയിലാണ് ഉഷ്ണതരംഗങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ ഒരു പാൻ ഇന്ത്യ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഈസ്റ്റേൺ സതേൺ പെനിൻസുലാർ റീജിയൻ, അതായത് രായലസീമ, ആന്ധ്രാപ്രദേശ്, കർണാടകയുടെ തെക്ക് ഭാഗം, തമിഴ്നാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില ഏകദേശം 43-44 ഡിഗ്രി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് പാലക്കാട് ഗ്യാപ്പിലൂടെ പാലക്കാട് വരെ എത്തി നിൽക്കുന്നത്. പാലക്കാടിൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ സോയിലും ആ ഗ്യാപ്പിൻ്റെയൊക്കെ പ്രസൻസ് കൊണ്ട് പാലക്കാടിൽ അതിലേറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ വരുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത് നോർത്തേൺ ഇന്ത്യയിലേക്ക് ഇത് മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് തെക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും മറ്റും ഒരു മെയ് മാസം 10-ാം തീയതിക്ക് ശേഷം വ്യാപകമായിട്ടുള്ള ആ ഒരു വേനൽ മഴ എത്തുന്നതോടുകൂടി കേരളത്തിലെ സിറ്റുവേഷൻ ഒരു ചെറിയ അയവ് അല്ലെങ്കിൽ മെയ് മാസം പകുതിയോടുകൂടി ഒരു അയവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അടുത്ത 3-4 ദിവസം ഉത്തരേന്ത്യയിൽ ഇതിലും രൂക്ഷമാകും. കാരണം ഉത്തരേന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറ്റ് വേവ് മന്ത്സ് എന്ന് പറയുന്നത് തന്നെ മെയ്യും ജൂണും ആണ്. അപ്പം ഇത് വടക്കോട്ട് സൂര്യൻ പ്രയാണം ആരംഭിച്ചു, അതായത് വടക്കോട്ട് സൂര്യൻ്റെ ആ ഒരു വെർട്ടിക്കൽ റേസ് വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അതായത് രാജസ്ഥാൻ തൊട്ട് തെലങ്കാന വരെയുള്ള ആ ഒരു സെൻട്രൽ ഇന്ത്യൻ റീജിയനിലായിരിക്കും ഇനിയും ഉഷ്ണതരംഗങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ Debate with Arun Kumar.